ഞാൻ കിളിയൂർ അജിത്ത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് ആയിരാജാവ് കരുനന്തടക്കൻ്റെ ലിഖിതമുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. അതായത് പെരുമ്പഴുതൂർ വിഷ്ണുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ചാണ്. നെയ്യാർ തീരത്തെ അതിപുരാതനമായ വൈഷ്ണവ ക്ഷേത്രം. ആയിരാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് നെയ്യാർ തീരത്ത് അവശേഷിക്കുന്ന ശക്തമായ തെളിവാണ് പെരുമ്പഴുതൂർ ക്ഷേത്രത്തിലെ ലിഖിതം. നെയ്യാറ്റിങ്കര നിന്നും പെരുമ്പഴുതൂർ വഴി മാമ്പഴക്കരയ്ക്ക് പോകുന്ന റോഡിൽ മുട്ടയ്ക്കാട് ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ ഇടത്തേക്ക് മാറിയാണ് ക്ഷേത്രസ്ഥാനം. ക്ഷേത്രസ്ഥാനത്തിൻ്റെ പൂർവനാമം തിരുനാരായണമംഗലം എന്നായിരുന്നു. നാറാണത്തുപുരയിടം എന്നും അറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ വിഷ്ണുപുരം എന്നാണ് പ്രശസ്തി. AD 768 ആയിരാജാവായിരുന്ന ചടയനെ പരാജയപ്പെടുത്തിയാണ് പാണ്ഡ്യരാജാവ് മാറൻ ചടയൻ ആയിരാജ്യം പിടിച്ചത്. ഈ യുദ്ധത്തിൽ ആയ്നാട്ടിലെ തന്ത്രപ്രധാന കേന്ദ്രമായ അരുവിയൂർ കോട്ട തകർക്കുകയും ചടയനെ വധിക്കുകയും ചെയ്തു. കഴുകുമല ശാസനത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാണ്. തുടർന്ന് ആയ്നാട്ടിൽ ആധിപത്യമുറപ്പിച്ച വൈഷ്ണവ ഭക്തനായ മാറൻ ചടയൻ ഒട്ടേറെ വൈഷ്ണവ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പെരുമ്പഴുതൂർ വിഷ്ണുപുരം ക്ഷേത്രം. ഭരണം നഷ്ടപ്പെട്ടെങ്കിലും മാറൻ ചടയന്റെ ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കാൻ ചടയന്റെ പുത്രൻ കരുനന്ദൻ തയ്യാറായില്ല. ശക്തി സമാഹരിച്ച് തുടർച്ചയായി 10 വർഷത്തോളം വിഴിഞ്ഞത്തിനു സമീപം പോരാടി. തിരുവനന്തപുരം മ്യൂസിയം ശിലാശാസനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരാമർശം കാണാം. ഒടുവിൽ 792 നടന്ന യുദ്ധത്തിൽ ചേരന്മാരുടെ സഹായത്തോടെ കരുനന്ദൻ പാണ്ഡ്യനെ തുരത്തി. AD 700 അന്നത്തെ പാണ്ഡ്യരാജാവ് കോച്ചടയൻ രണധീരൻ ആയ്നാടിന് നേരെ യുദ്ധവിജയം നേടിയിരുന്നു. ആയന്മാരുടെ കടവങ്കോട് കോട്ടൂർ കോട്ട തകർത്ത് ആയ്നാട് പിടിച്ച രണധീരനാണ് പെരുമ്പഴുതൂരും വഴുതൂരുമൊക്കെ സ്ഥാപിച്ചത്. പാണ്ഡ്യരാജാക്കന്മാരുടെ ബിരുദമാണ് വഴുതി. ഈ പ്രദേശങ്ങൾ വൈകാതെ ആയന്മാർ തിരിച്ചുപിടിക്കുകയായിരുന്നു. AD 855 അധികാരത്തിലെത്തിയ ആയിരാജാവ് കരുനന്തടക്കന്റെ ലിഖിതമാണ് പെരുമ്പഴുതൂർ ക്ഷേത്രത്തിലെ വലിയ ബലിക്കല്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശാസനകാലം AD 867 ആണെന്ന് കേന്ദ്ര ആർക്കിയോളജി വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് കരുനന്തടക്കന്റെ 12ാം ഭരണവർഷത്തതാണ് ശാസനം. AD 885 വരെയാണ് അദ്ദേഹം ആയ്നാട് ഭരിച്ചത്. വിഷ്ണു ഭട്ടാരകർക്ക് ബലിമണ്ഡപം ചെയ്ത് നിത്യപൂജയ്ക്കായി ചില വസ്തുവകകൾ വിട്ടുകൊടുക്കുന്നതായാണ് ലിഖിതത്തിൽ പറയുന്നത്. അക്കാലത്ത് തന്നെ ഇവിടെ ബ്രാഹ്മണ സങ്കേതങ്ങളും രൂപപ്പെട്ടിരുന്നു എന്ന് വേണം കരുതാൻ. ക്ഷേത്രഭരണത്തിന് ഊരാള സമിതിയും മറ്റും നിലനിന്നിരുന്നു. ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര വസ്തുക്കളുടെയും ഭരണം സംബന്ധിച്ച് വ്യക്തമായ വ്യവസ്ഥകൾ അക്കാലത്തും നിലനിന്നിരുന്നു. സമിതിയെ വാര്യം എന്ന് വിളിച്ചിരുന്നു. സമിതി അംഗങ്ങൾ ബ്രാഹ്മണരായിരുന്നു. ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു പുരയിടം വാര്യംപറമ്പ് എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. കാലം പലത് കഴിഞ്ഞു. ആയ്നാട് തന്നെ അഴിഞ്ഞു. നിരന്തര യുദ്ധങ്ങളും രോഗങ്ങളും ദുരിതങ്ങളുമൊക്കെ പിന്നീടെപ്പോഴോ ഈ മേഖലയെ ആകെ തളർത്തി. അതോടെ കാടടഞ്ഞ പ്രദേശത്ത് ക്ഷേത്രവും അനാഥമായി. ഇതിനിടെ ക്ഷേത്രാവകാശം ബ്രാഹ്മണരിൽ നിന്നും വാര്യരിലേക്കും പിന്നെ വൈശ്യരിലേക്കും പിന്നെ ശൂദ്രന്മാരിലേക്കും കൈമറിഞ്ഞെത്തി. നാടിൻ്റെ ആകെ സാമ്പത്തിക സ്ഥിതി ക്ഷേത്രത്തെയും വല്ലാതെ ബാധിച്ചു. പടയോട്ടത്തിലോ മറ്റോ അംഗഭംഗം സംഭവിച്ച വിഗ്രഹത്തിൽ പൂജകൾ മുടങ്ങി. ഇതിനിടെ വിഗ്രഹം സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. ഇപ്പോൾ അത് കായംകുളം കൊട്ടാര മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 2005 വിശ്വാസികളായ നാട്ടുകാർ ഒത്തുകൂടി പുതിയ ക്ഷേത്രം നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചു. പൊതുപ്രവർത്തകൻ കൂടെയായ
വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ക്ഷേത്രം നിർമ്മിച്ചു നൽകുകയായിരുന്നു. ക്ഷേത്രക്കുളം പോലും പുതുതായി നിർമ്മിച്ചതാണ്. ക്ഷേത്രത്തിന് പിന്നിലുണ്ടായിരുന്ന സർപ്പക്കാവും അഴിഞ്ഞു. ക്ഷേത്ര അങ്കണത്തിലാണ് ഇപ്പോൾ നാഗരുടെ ഇരിപ്പിടം. പട്ടശ്രീകോവിലിന്റെ പഞ്ചവർഗവും ബലിമണ്ഡപവും ചന്ദനക്കല്ലും കുറെ ശിലാപാളികളും മാത്രമാണ് പഴയ ക്ഷേത്രത്തിൻ്റെതായി അവശേഷിക്കുന്നത്. സൂര്യനും ചന്ദ്രനും ഭൂമിയും ഉള്ള കാലത്തോളം വിഷ്ണു ഭട്ടാരകർക്ക് നിത്യച്ചെലവിനായി ആയി രാജാവ് കരുനന്തടക്കൻ ദാനം ചെയ്തതൊക്കെ എന്നോ അന്യാധീനപ്പെട്ടു. എങ്കിലും എന്നും ആ മണ്ണിലെ പ്രജകൾ ഉരിയരിയുമായി എത്തും ഭട്ടാരകർക്ക് ഭണ്ഡാരം നിറയ്ക്കാൻ. ഒരു രാജകൽപ്പന വെറും വാക്കാവാതെ കാക്കാൻ. മറ്റൊരു ദേശചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.